2 മിനിറ്റിൽ താഴെ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച ഗവർണറുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഗവർണർ ഭരണഘടനയെയും നിയമസഭയെയും കളങ്കപ്പെടുത്തിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. ഗവർണറുടെ നടപടി നിയമസഭയോടുള്ള പൂർണ്ണമായ അവഹേളനമെന്ന പ്രതിപക്ഷവും വായിക്കാത്തതിന് കാരണം ആരോഗ്യ പ്രശ്നമാകാമെന്ന നിയമമന്ത്രി P. രാജീവും പ്രതികരിച്ചു. ഭരണഘടനയെയും നിയമസഭയെയും ഗവർണർ കളങ്കപ്പെടുത്തിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. സത്യപ്രതിജ്ഞയിൽ നിന്നും വ്യതിചലിച്ച ഗവർണറെന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പോ തന്റെ പ്രതിജ്ഞ പാലിക്കാൻ പോലും താല്പര്യമില്ലാത്ത വിധം അധപ്പതിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, വ്യതിചലിച്ചു എന്നേ പറയുന്നുള്ളൂ. ഗവർണറെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അധപ്പതിച്ചു എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. വ്യതിചലിച്ച ഗവർണർ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും വായിക്കാതെ മടങ്ങിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി നിയമസഭയോടുള്ള പൂർണ്ണമായ അവഹേളനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഗവർണർ നിയമസഭയിൽ വന്ന് അവസാന ഖണ്ഡിക മാത്രം വായിച്ചു മടങ്ങിപ്പോയത് നിയമസഭാ നടപടിക്രമങ്ങളോടും ഭരണഘടനാ നിർദ്ദേശങ്ങളോടും പൂർണ്ണമായ അവഗണനയും അവഹേളനവുമാണ് ഗവർണർ നടത്തിയത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ നയപ്രഖ്യാപനം വായിക്കാതെ നിയമസഭയെ ഗവർണർ അവഹേളിച്ചുവെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ആകെ എല്ലാം കൂടി അസംബ്ലി ഒരു മോക്കറിയാക്കി അങ്ങ് അവസാനിപ്പിച്ചു. അത് വാസ്തവത്തിൽ നിയമസഭയെ തന്നെ അപമാനിക്കുന്ന ഒരു നടപടിയായിപ്പോയി. നയപ്രഖ്യാപനത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കുന്നത് നയപ്രഖ്യാപനം വായിച്ചതിന് തുല്യമാണ്. എന്തുകൊണ്ടാണ് ഗവർണർ അങ്ങനെ വായിച്ചതെന്നറിയില്ലെന്നും ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് വായിക്കാതിരുന്നതാണോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഭരണഘടനാപരമായി ഗവർണർ പ്രവർത്തിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭരണഘടനാനുസൃതമായിക്കൊണ്ട് ബില്ലുകളെ സംബന്ധിച്ച് ഗവർണർ സമീപനം സ്വീകരിക്കണം. ഭരണഘടനാനുസൃതമായി മന്ത്രിസഭയുടെ ഉപദേശത്തിന് വിധേയമായി അദ്ദേഹം പ്രവർത്തിക്കണം. ഗവർണറുടെ നടപടി നിയമസഭയോടുള്ള അവഗണനയാണെന്നും സാധാരണ രീതിയിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കേണ്ടതാണ് മര്യാദയെന്നും റവന്യൂ മന്ത്രി K. രാജൻ ചൂണ്ടിക്കാട്ടി. സാധാരണ നിലയിൽ ഇങ്ങനെയും വായിക്കാം എന്ന് ഗവർണർ തെളിയിച്ചു. ഗവർണറുടെ നടപടി ഗവർണർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. സാധാരണ നിലയിൽ വായിക്കേണ്ടതാണ് ഒരു പൊതുവായ മര്യാദ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.